വാർത്തകൾ തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ കർശന നടപടിയുമായി ദേശീയ നേതൃത്വം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റും. രാജി വാങ്ങാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ല. കടുത്ത അതൃപ്തിയിൽ നേതാക്കൾ. മുഖം നോക്കാതെ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. ഒരു വിട്ടുവീഴ്ചയില്ല ആരായാലും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച. രാഹുൽ തെറ്റുകാരനല്ലെങ്കിൽ അത് തെളിയിക്കണമെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി RV സ്നേഹയുടെ ശബ്ദ സന്ദേശം. ടിവികളിലൊക്കെ കാണിക്കാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നാളെ ആ വ്യക്തിക്ക്, ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കണം. കാരണം സത്യം സമൂഹത്തിന് അറിയണമല്ലോ. ഒരു പെണ്ണുപിടിയനായ ഒരു സംസ്ഥാന പ്രസിഡന്റ് അല്ല എന്നത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരോപണം സത്യമാണെങ്കിൽ മാറ്റി നിർത്തണമെന്ന് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി എഴുത്തുകാരി ഹണി ഭാസ്കർ മറ്റുള്ളവർക്ക് മുന്നിൽ തന്നെ മോശമായി ചിത്രീകരിച്ചു. രാഹുൽ ഇരയാക്കിയ നിരവധി സ്ത്രീകളെ അറിയാമെന്നും ഹണി ഭാസ്കർ. ഷാഫി പറമ്പിൽ MP-ക്കെതിരെയും ആരോപണം. രാഹുലിനെതിരായ പരാതികൾ ഷാഫി പറമ്പിൽ ഗൗനിച്ചില്ലെന്നും വെളിപ്പെടുത്തൽ. എറണാകുളം പറവൂരിൽ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് 42-കാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികളായ ദമ്പതികളുടെ മൂത്ത മകളെയും പ്രതി ചേർത്തു. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപും ഭാര്യയും ഒളിവിൽ. മരിച്ച ആശയുടെ കുടുംബാംഗങ്ങളെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാൻ കുടുംബം. ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ 6 കുട്ടികൾ മുങ്ങി മരിച്ചു. മരിച്ചത് 10ഉം 11ഉം വയസ്സുള്ള ആൺകുട്ടികൾ. അപകടം 7-അംഗ സംഘം സ്കൂൾ വിട്ട ശേഷം നീന്താനെത്തിയപ്പോൾ. അനുശോചനം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡു. ധനസഹായം പ്രഖ്യാപിച്ച് ആന്ധ്ര സർക്കാർ. KCL 2ാം സീസണ് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ആദ്യ മത്സരം ഉച്ചയ്ക്ക് 2:45-ന്. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും കൊല്ലം സെയിലേഴ്സും ഏറ്റുമുട്ടും. സഞ്ജു സാംസന്റെ KCL അരങ്ങേറ്റവും ഇന്ന്. 2ാം മത്സരത്തിൽ സഞ്ജുവിന്റെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ട്രിവാൻഡ്രം റോയൽസിനെ നേരിടും.